ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. വേൾഡ് ഹിസ്റ്ററി, അതായത് ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള ഇതുവരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ഏതൊക്കെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്ന് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വേൾഡ് ഹിസ്റ്ററി ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഡീപ്പായിട്ട് പഠിക്കുക എന്നതിലുപരി കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവിടെ ഉണ്ടാകാനുണ്ടായ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള കാരണം, അവിടെ ഉണ്ടായ പ്രധാന സാഹിത്യകാരന്മാര്, അവരുടെ കൃതികൾ, ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ടു നോക്കാം. ക്വസ്റ്റ്യൻസ് കണ്ടതിന് ശേഷം നമ്മൾ പോയി പിന്നെ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. കൂടുതൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി, അതായത് ഉടനെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ LDC LGS ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ജെയിംസ് രണ്ടാമൻ സ്ഥാനമഴിയുന്നതിനും അദ്ദേഹത്തിന്റെ മകൾ മേരി രണ്ടാമന്റെയും അവളുടെ ഭർത്താവ് വില്യം മൂന്നാമന്റെയും സ്ഥാനാരോഹണത്തിലും കലാശിച്ച ചരിത്ര സംഭവം ഏതാണ്? തീർച്ചയായിട്ടും വിപ്ലവം ജസ്റ്റ് വായിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റിയ ഒരു ഉത്തരവാണ്. എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മഹത്തായ വിപ്ലവമാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ജെയിംസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും അദ്ദേഹത്തിന്റെ മകളായ മേരി രണ്ടാമനും അവളുടെ ഭർത്താവായ വില്യം മൂന്നാമനും സ്ഥാനാരോഹണത്തിൽ എത്തുകയും ചെയ്ത ചരിത്ര സംഭവമാണ് ഇത്, മഹത്തായ വിപ്ലവം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ചൈനയിൽ ചരിത്രപരമായ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണ്? ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ഏതാണ്? ചൈനയില്. ആൻസർ ഓപ്ഷൻ സി ആണ്. ആരാണ്? മാവോ സേ തുങ് ആണ് ചൈനയിൽ ചരിത്രപരമായ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത്. ആരാണ്? മാവോ സേ തുങ്. താഴെ തന്നിരിക്കുന്നവയിൽ UNOയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് ഏത്? വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് UNO, ഐക്യരാഷ്ട്ര സംഘടന. ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക ഭാഷയൊക്കെ പഠിച്ചിരിക്കണം. അതിനകത്ത് ഓപ്ഷൻ എ ആണ്, ജർമ്മൻ ആണ് താഴെ തന്നിരിക്കുന്ന ഔദ്യോഗിക ഭാഷ അല്ലാത്തത്. ഏതാണ്? ജർമ്മൻ ആണ്. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? ഒന്നാമത്തത്, അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് അത്യാവശ്യം നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കേന്ദ്രീകൃതമായ ഭരണ പ്രക്രിയ നടപ്പിലാക്കാനുള്ള രാജാവിന്റെ കഴിവുകേടാണ് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ചത്. ശരിയാണ്. കേന്ദ്രീകൃതമായ ഒരു ഭരണ പ്രക്രിയ നടപ്പിലാക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? അവിടുത്തെ രാജാവിന് കഴിഞ്ഞില്ല. നോബിൾസ് ഓഫ് ദ റോബും നോബിൾസ് ഓഫ് ദ സേവാർഡും തമ്മിലുള്ള പ്രശ്നങ്ങളും മറ്റൊരു പ്രശ്നമാണ്. റോബിലെ നോബിൾസും അതുപോലെ തന്നെ സേവാർഡിന്റെ നോബിൾസും തമ്മിലുള്ള പ്രശ്നങ്ങള്. ചെറുകിട കർഷകര് ബാനലിറ്റസ് എന്ന ഫീസ് നൽകേണ്ടതാണ്, അതും ഒരു പ്രശ്നമായി. ഫിസിയോക്രാട്സ് മോണോർക്കിയൽ അബ്സൊല്യൂട്ടിസത്തിന് എതിരായിരുന്നു. ഫിസിയോക്രാറ്റ്സ് മോണോർക്കിയൽ അബ്സൊല്യൂട്ടിസത്തിന് കാരണമായിരുന്നു. അതും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന പോയിന്റ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ളത്. അപ്പൊ മനസ്സിലായല്ലോ, ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകാൻ കാരണമായ രാഷ്ട്രീയ സംഭവങ്ങള്, പിന്നെ സാംസ്കാരിക കാരണങ്ങള്, അതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെല്ലാം തന്നെ നിങ്ങൾ വായിച്ചു വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്തത്, റിവല്യൂഷണറി കാറ്റക്കിസം എഴുതിയത് ആരാണ്? ഇത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. റിവല്യൂഷണറി കാറ്റക്കിസം എന്ന കൃതി ഇത് എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, സെർഗി നെച്ചേവ് ആണ്. ആരാണ്? സെർഗി നെച്ചേവ് ആണ് എഴുതിയിരിക്കുന്നത് റെവല്യൂഷണറി കാറ്റക്കിസം. അടുത്തത്, വാഴ്സോ ഉടമ്പടി നിലവിൽ വന്നത് എന്നാണ്? വാഴ്സോ ഉടമ്പടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഓപ്ഷൻ ബി ആണ്, 1955 വാഴ്സോ ഉടമ്പടി നിലവിൽ വന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ബോസ്റ്റൺ ടീ പാർട്ടി. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പൊ അതെന്താണ്?
ഉള്ളതാണ്. അടുത്തത് പ്രൈഡ്സ് പർജ്. പ്രൈഡ്സ് പർജ് എന്തല്ല, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതല്ല. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസ് എന്ത് ചെയ്തു, റൈറ്റ്സും ഗ്രീവൻസും ഒക്കെ ഡിക്ലെയർ ചെയ്തു, അത് ശരിയാണ്. മെയ് 4th മൂവ്മെന്റ് അത് വന്നിട്ടില്ല. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങളെ ഉള്ളൂ, ഒന്ന് ബോസ്റ്റൺ ടീ പാർട്ടിയും അടുത്തത് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസും. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള കേസൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു വർഷം ഒരു ടൈം ലൈൻ ആയിട്ട് പഠിച്ചിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാനും പറ്റും. ഉദാഹരണം നമുക്ക് അമേരിക്കൻ വിപ്ലവത്തിന്റെ ടൈം ലൈൻ വെച്ചിട്ട് പറഞ്ഞുതരാം. അമേരിക്കൻ വിപ്ലവത്തില് 1765 ഒരു സ്റ്റാമ്പ് ആക്ട് ഉണ്ടായി. 1765 മാർച്ച് 22-നാണ് ഈ സ്റ്റാമ്പ് ആക്ട് ഉണ്ടായത്. അതായത് ബ്രിട്ടീഷുകാർ എല്ലാ പൊതുരേഖകൾക്കും നിയമപരമായ രേഖകൾക്കും അല്ലെങ്കിൽ പത്രങ്ങൾക്കും ഒരു സ്റ്റാമ്പ് ആവശ്യമായ ഒരു നികുതി നിശ്ചയിക്കും. ഈ നികുതി ഈടാക്കുന്നത് ആർക്കിഷ്ടമല്ല, അമേരിക്കക്കാർക്കോ അഥവാ കോളനിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ സാഹചര്യം കോളനികളിലും സ്റ്റാമ്പ് ആക്ട് കോൺഗ്രസിലും എന്ത് ചെയ്തു, അസ്വസ്ഥത ഉണ്ടാക്കി. അപ്പൊ 1765 മാർച്ച് 22-ന് നിലവിൽ വന്ന സ്റ്റാമ്പ് ആക്ട് ആണ് ശരിക്കും പറഞ്ഞാല് അമേരിക്കൻ വിപ്ലവത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അടുത്തത് ദ ബോസ്റ്റോൺ മസാക്കർ. എന്താണ്, ബോസ്റ്റോൺ കോളനി 5 ബോസ്റ്റോൺ കോളനി വാസികളെ ബ്രിട്ടീഷ് സൈന്യം വെടിവെച്ച് കൊന്നു എന്ന് 1770-ലാണ്. 5 വർഷങ്ങൾക്ക് ശേഷം 1770 ഒരു ബോസ്റ്റൺ കൂട്ടക്കൊല ഉണ്ടായി. അതെന്ത് ചെയ്തു, 5 ബോസ്റ്റൺ കോളനി വാസികളെ ബ്രിട്ടീഷ് സൈന്യം വെടിവെച്ച് കൊന്നു. 1773 ഡിസംബർ 16, ഡേറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. 1773 ഡിസംബർ 16 അന്നാണ് ബോസ്റ്റൺ ടീ പാർട്ടി ഉണ്ടായത്. അതായത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് വെച്ചാൽ എന്താണ്, ചായയുടെ മേലുള്ള അതായത് തേയിലയുടെ മേലുള്ള പുതിയ നികുതിയിൽ അമേരിക്കക്കാർക്ക് രോഷം വന്നു. സ്വയം സൺ ഓഫ് ലിബർട്ടി എന്ന് സ്വയം വിശേഷിപ്പിച്ച ചില ബോസ്റ്റൺ കോളനിക്കാർ ബ്രിട്ടീഷ് കപ്പലുകൾ കയ്യേറുകയും അതിലുള്ള തേയിലപ്പട്ടികൾ കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഈ സംഭവത്തെയാണ് ദ ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. ഇത് ഏത് ഡേറ്റ് ആണ്, ഡിസംബർ 16, 1773-ലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് മീറ്റ് നടന്നത്. 1774-ലാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് മീറ്റ് നടന്നത്. അമേരിക്കൻ കോളനികളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒന്നിച്ച് ബ്രിട്ടീഷ് ടാക്സുകളെ എതിർക്കുന്നു. ദ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് മീറ്റില്. അടുത്തത് പോൾ റിവേഴ്സ് റൈഡ്. എന്താണ് പോൾ റിവേഴ്സ് റൈഡ്? 1775 ഏപ്രിൽ 18-ന് വിപ്ലവ യുദ്ധത്തിന്റെ തുടക്കത്തോടെ ബ്രിട്ടീഷുകാർ വരുന്നു എന്ന് കോളനിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ പോൾ റിവർ തന്റെ പ്രശസ്തമായ യാത്ര നടത്തുന്നു. ആർക്ക്? വിപ്ലവം തുടങ്ങിക്കഴിഞ്ഞു, ഇനി ബ്രിട്ടീഷുകാർ വരികയാണെന്ന് ആരറിയിച്ചു? പോൾ റിവേഴ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ അറിയിക്കുന്നതാണ്. പ്രശസ്തമായിട്ടുള്ള യാത്രയാണിത്. ബാറ്റിൽ ഓഫ് ലെക്സിംഗ്ടൺ ആൻഡ് കോൺകോർഡ്. ഇതായിരുന്നു ലോകമെമ്പാട് ശ്രദ്ധിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് അമേരിക്കൻ പോരാട്ടം. ബ്രിട്ടീഷുകാർ പിന്മാറുകയും അമേരിക്കക്കാർ പോരാട്ടത്തിൽ വിജയിക്കുകയും ചെയ്തു. ഏത് യുദ്ധത്തിലാണ്? ബാറ്റിൽ ഓഫ് ലെക്സിംഗ്ടൺ ആൻഡ് കോൺകോർഡ്. അടുത്തത് ദ ക്യാപ്ചർ ഓഫ് ഫോർട്ട് ടൈക്കോൺഡ്രഗ. എന്താണ്? ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏതൻ അലൻ, ബെനഡിക്ട് അർണോൾഡ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗ്രീൻ മൗണ്ടൻ ബോയ്സ് ടീകൊണ്ടറോഗ കോട്ട പിടിച്ചെടുത്തു 1775. അടുത്തത് ബാറ്റിൽ ഓഫ് ബങ്കർ ഹില്ല്. വില്യം പ്രസ്കോട്ട് അമേരിക്കൻ സൈന്യത്തോട് പറഞ്ഞ ഒരു പ്രധാന കാര്യം അവരുടെ കണ്ണിലെ വെള്ള കാണും വരെ വെടിവെക്കരുത് എന്നാണ്. ഓക്കെ, അപ്പൊ ബാറ്റിൽ ഓഫ് ബങ്കർ ഹില്ലാണത്. ദ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഈസ് അഡോപ്റ്റഡ്. അപ്പോ കോണ്ടിനെന്റൽ കോൺഗ്രസ് വഴി തോമസ് ജെഫേഴ്സൺ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു. എന്നാണ്? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നായിരുന്നു? ജൂലൈ 4, 1776-ലാണ്. അടുത്തത് ജോർജ് വാഷിംഗ്ടൺ ക്രോസസ് ഡിൽവെയർ. ജോർജ് വാഷിംഗ്ടൺ തന്റെ സൈന്യത്തോടൊപ്പം ഡിൽവെയർ നദി മുറിച്ചു കടന്ന് ശത്രുക്കളെ അത്ഭുതപ്പെടുത്തിയത് ഡിസംബർ 25, 1776-ലാണ്. അമേരിക്ക ഒരു
ഫ്ലാഗ് ചൂസ് ചെയ്തു. ബെറ്റ്സി റോസ് തുന്നിച്ചേർച്ച നക്ഷത്രങ്ങളും വരകളും പതാക കോണ്ടിനെന്റൽ കോൺഗ്രസ് ആയി അംഗീകരിച്ചു. അമേരിക്ക ഒരു ഫ്ലാഗ് ഉണ്ടാക്കിയത് ജൂൺ 14, 1777. അലയൻസ് വിത്ത് ഫ്രാൻസ്. ഫ്രാൻസുമായിട്ട് അമേരിക്ക ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ച് ഫ്രാൻസ് സഖ്യ ഉടമ്പടി ഉണ്ടാക്കി 1778. അടുത്തത് ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അമേരിക്കൻ ഐക്യനാടുകളിലെ ഔദ്യോഗിക സർക്കാരിനെ നിർവചിച്ച ലേഖനമാണ് ഇത്, ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ. ഇത് നിലവിൽ വന്നത് 1781. ബാറ്റിൽ ഓഫ് യോർക്ക് ടൗൺ. അമേരിക്കൻ വിപ്ലവ യുദ്ധത്തിന്റെ അവസാനത്തെയും പ്രധാനവുമായ യുദ്ധമാണ് ഇത്, ബാറ്റിൽ ഓഫ് യോർക്ക് ടൗൺ എന്നത്. ഈ യുദ്ധത്തിൽ യോർക്ക് ടൗണിൽ ബ്രിട്ടീഷ് ജനറൽ കോൺവാലിസിന്റെ കീഴടങ്ങൽ യുദ്ധത്തിന്റെ അനൌദ്യോഗിക അവസാനമായിരുന്നു. യുദ്ധത്തിൽ ആര് ചെയ്തു? യോർക്ക് ടൗണിൽ വെച്ച് ബ്രിട്ടീഷ് ജനറൽ കോൺവാലിസ് കീഴടങ്ങി. ഓക്കെ. ട്രീറ്റി ഓഫ് പാരീസ്. യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ച, അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി അവസാനിപ്പിച്ച ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പാരീസ് ഉടമ്പടിയാണ്. സെപ്റ്റംബർ 3, 1783 പാരീസ് ഉടമ്പടി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. UPSC PSC പരീക്ഷകൾക്ക് വരാൻ ചാൻസ് ഉള്ള പോയിന്റ്സ് ആണ് റിലേറ്റഡ് ടു അമേരിക്കൻ വിപ്ലവം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ടു ബി ഡൺ എന്നതായിരുന്നു ഏത് ഡാഷ് ഏതിന്റെ ആണ്? മെൻഷെവിക്കുകളുടെ അടിസ്ഥാന ഗ്രന്ഥം, നിയമപരമായ മാർക്സിസ്റ്റുകൾക്കും സാമ്പത്തികവാദത്തിനും എതിരെയുള്ളത്, സാറിന് സമർപ്പിച്ച ആവശ്യങ്ങളുടെ ചാർട്ടർ. ഇതാണ് വാട്ട് ഈസ് ടു ബി ഡൺ എന്നത്. ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണ് എന്ത്? നിയമപരമായ മാർക്സിസ്റ്റുകൾക്കും സാമ്പത്തികവാദത്തിനും എതിരെയുള്ള ബുക്കാണ് ഏത്? വാട്ട് ഈസ് ടു ബി ഡൺ എന്നത്. താഴെ പറയുന്നവരിൽ ആരാണ് 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത്? അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? FD റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും ചേർന്നിട്ടാണ് അറ്റ്ലാന്റിക് ചാർട്ടറിൽ 1941 ഓഗസ്റ്റ് 14 ഒപ്പുവെച്ചത്. FD റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും. 1905 റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് ആരാണ്? 1905 റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് ഫാദർ ഗപ്പുനാണ്. ആരാണ്? ഫാദർ ഗപ്പുനാണ് 1905 റഷ്യൻ വിപ്ലവത്തിന്റെ പിതാവ്. 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? ഓപ്ഷൻ ബി ആണ്, ഫിലാഡൽഫിയയിലാണ് നടന്നത്. ആരാണ് നിയമങ്ങളുടെ മാതാവ് എന്ന പുസ്തകം എഴുതിയത്? ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ ആണ്, മൊണ്ടസ്ക്യൂ ആണ് എഴുതിയത്. നിയമങ്ങളുടെ മാതാവല്ല, നിയമങ്ങളുടെ ആത്മാവ് എന്നത്. ദ സ്പിരിറ്റ് ഓഫ് ലോസ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേര് എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേരാണ് ബ്രെസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി. ഏതാണ്? ബ്രെസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ, പ്രോഫറ്റ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റൂസോയാണ്. ഓപ്ഷൻ ഡി ആണ്, റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത്. ദ ബിൽ ഓഫ് റൈറ്റ്സ് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. എന്നാണ് ദ ബിൽ ഓഫ് റൈറ്റ്സ് പാസ്സാക്കിയത്? എന്നാണ്? ഓപ്ഷൻ എ 1689. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ദ ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സ് പാസ്സാക്കിയ വർഷം ഏതാണ്? 1689. താഴെ ചെയ്തിരിക്കുന്ന ചില പ്രമുഖ ലോക സംഘടനകളെ സംബന്ധിച്ച് ശരിയായ പൊരുത്തപ്പെടുന്ന വിശദാംശങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ. ഒന്നാമത്തത് ദ ലീഗ് ഓഫ് നേഷൻസ്. ആരാണ് ദ ലീഗ് ഓഫ് നേഷൻസ്? വുഡ്രോ വിൽസൺ ആണ്. വെർസൈൽ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് ദ യുണൈറ്റഡ് നേഷൻസ്, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ദ അറ്റ്ലാന്റിക് ചാർട്ടർ. ദ കോമൺവെൽത്ത് ഓഫ് നേഷൻസ്, ആർതർ ജെയിംസ് ബെൽഫോർ, സ്റ്റാറ്റ്യൂട്ട് ഓഫ് വെസ്റ്റ്മിൻസ്റ്റർ. സ്റ്റാറ്റ്യൂട്ട് ഓഫ് വെസ്റ്റ്മിൻസ്റ്റർ അതൊരു ഉടമ്പടിയുടെ പേരാണ്. ഇത് പ്രകാരമാണ് ഈ ഓർഗനൈസേഷൻസ് എല്ലാം ഫോം ചെയ്തത്. നടുക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ കാരണമായിട്ടുള്ള ആൾക്കാരെയാണ്, ആർതർ ജെയിംസ് ബെൽഫോർ. ഓക്കെ.
അപ്പൊ ഇതെല്ലാം എന്താണ്? തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ളതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളെ കുറിച്ചുള്ള വസ്തുതകൾ. ഒന്നാമത്തത് പുനഃസജ്ജീകരണവും പ്രീണനവും. ശരിയാണ്. മിലിറ്ററിസം, സാമ്രാജ്യത്വം, കൊളോണിയലിസം. ഓക്കെ, അതും ശരിയാണ്. മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും, അതും റെഡിയാണ്. ഇറ്റാലിയൻ പോളിഷ് ഇടനാഴി ആക്രമണം, അത് തെറ്റാണ്. അപ്പൊ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആദ്യത്തെ 3 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങള്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? രാജ്യത്തിന്റെ ദൈവിക അവകാശ സിദ്ധാന്തം. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഒന്ന് ബോസ്റ്റൺ പ്രതിഷേധം, അതുണ്ട്. അടുത്തത് അസഹനീയമായ ആക്ട് അഥവാ ഇൻടോളറബിൾ ആക്ട്. നമ്മൾ പറഞ്ഞു സ്റ്റാമ്പ് ആക്ട് വന്നതുകൊണ്ടാണ് അവിടെ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന്. സോ അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ 5ാമത്തെ ആൻസർ ഓപ്ഷൻ 2ഉം 3ഉം. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ബാസ്റ്റിലിന്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാസ്റ്റിലിന്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവം. താഴെ പറയുന്നവയിൽ ഏതാണ് 1917 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്? ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തത് സാഴ്സുകളുടെ ഏകാധിപത്യ ഭരണം. സാർ എന്ന് പറയുമ്പോൾ സാർ അറിയത്തില്ലേ, ഈ സാറുകളുടെ ഏകാധിപത്യ ഭരണം, അത് ശരിയാണ്. അടുത്തത് ബോസ്റ്റൺ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണം, അതും ശരിയാണ്. അടുത്തത് സ്റ്റാമ്പ് ആക്ട്, അത് തെറ്റാണ്. അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ തന്നിട്ടുള്ളതിൽ 1ഉം 3ഉം ശരിയായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് ഇവന്റ്സ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സംഭവങ്ങൾ പരിഗണിക്കുക. ഏതൊക്കെയാണ് അതിന്റെ കാലക്രമം നോക്കുക. 1 യാൾട്ട കോൺഫറൻസ്, ടെഹ്റാൻ മീറ്റിംഗ്, കാസ്ബ്ലാഗ സമ്മേളനം, ടംബാർട്ടൺ ഓക്സ് സമ്മേളനം. ഇതിന്റെ കാലക്രമമാണ് അറിയേണ്ടത്. ഏറ്റവും ആദ്യം നടന്നത് കാസബ്ലാഗ സമ്മേളനമാണ്. അത് കഴിഞ്ഞിട്ട് ടെഹ്റാൻ സമ്മേളനം, അത് കഴിഞ്ഞിട്ട് ടംബാർട്ടൺ ഓക്സ് സമ്മേളനം, ലാസ്റ്റ് ആണ് ഏത് നടന്നത്? യാൾട്ട സമ്മേളനം നടന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അത് കാസബ്ലാങ്ക സമ്മേളനം, അത് കഴിഞ്ഞിട്ട് ടെഹ്റാൻ സമ്മേളനം, അത് കഴിഞ്ഞിട്ട് ടംബാർട്ടൺ ഓക്സ് സമ്മേളനം, അത് കഴിഞ്ഞ് യാൾട്ട സമ്മേളനം. ഈ സമ്മേളനങ്ങളുടെ പേര് പഠിച്ചു വെച്ചിരിക്കുക. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇത് ഏത് ആയി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യോഗങ്ങളാണ് ഈ യോഗങ്ങൾ. ഓക്കെ, അടുത്തത് എക്സ്പാൻഡ് നാറ്റോ. നാറ്റോയുടെ പൂർണ്ണരൂപം എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നതാണ് നാറ്റോയുടെ ഫുൾ ഫോം. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ റിലേറ്റഡ് ടു ദ ഫ്രഞ്ച് റെവല്യൂഷൻ? ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടത് തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് നോക്കാം. ആധുനിക ചരിത്രത്തിലെ ഒരു നീർത്തട പ്രസ്ഥാനമാണ് മൂവ്മെന്റ് ഇൻ വാട്ടർഷെഡ് മൂവ്മെന്റ് ഇൻ മോഡേൺ ഹിസ്റ്ററി. ശരിയാണ്. ദ സേജ് ഓഫ് ദ ബാസ്റ്റിൽ. ബാസ്റ്റിൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ റഷ്യൻ വിപ്ലവം ആലോചിക്കുക. റഷ്യൻ വിപ്ലവം അല്ല, ഫ്രഞ്ച് വിപ്ലവം ആലോചിക്കുക. ജീൻ ജാക്സ് റൂസോയുടെ ഈസ് കൺസിഡർ ദ ഫാദർ ഓഫ് ദ റെവല്യൂഷൻ. റൂസോയാണ് എന്ത്? ഫാദർ ഓഫ് ദ റെവല്യൂഷൻ. ശരിയാണ്. ടെന്നീസ് കോട്ട് ഓത്ത്, അതും ശരിയാണ്. അപ്പോൾ തന്നിരിക്കുന്ന 4ഉം ശരിയാണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. വിച്ച് ഓർഗനൈസേഷൻ ഓഫ് ദ UNO ഈസ് നോൺ ആസ് ദ ടൗൺ മീറ്റിംഗ് ഓഫ് ദ വേൾഡ്? ടൗൺ മീറ്റിംഗ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത്, ലോകത്തിന്റെ ടൗൺ മീറ്റിംഗ് നടക്കുന്നത് എവിടെയാണ് ടൗൺ മീറ്റിംഗ് നടക്കുന്നത്? UNOയുടെ ഏത് ഏജൻസിയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദ ജനറൽ അസംബ്ലി ആണ്. ഏതാണ്? ദ ജനറൽ അസംബ്ലി ആണ് ടൗൺ മീറ്റിംഗ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത്. ലോകത്തിലുള്ള രാജ്യങ്ങൾ, UNOയിൽ അംഗമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ജനറൽ അസംബ്ലിയിൽ സമ്മേളിക്കുന്നുണ്ട്. 1642 1651 ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം താഴെ പറയുന്ന വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ നിന്നാണ് ഉടലെടുത്തത്. ഏതുമായി ബന്ധപ്പെട്ടാണ്? 42-51 ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം ഏതാണ്? രാജാവും പാർലമെന്റും തമ്മിലുള്ള യുദ്ധത്തിൽ ഉടലെടുത്തതാണ്. രാജാവും പാർലമെന്റും തമ്മിലുള്ള യുദ്ധത്തിലാണ് ഉടലെടുത്തത്.
ഓക്കെ, ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേൾഡ് ഹിസ്റ്ററി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അന്താരാഷ്ട്ര സംഘടനകളുടെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് അന്താരാഷ്ട്ര സംഘടനകളുടെ നിലവിലെ നേതാക്കന്മാരെ കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ LDCക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ NCERT SCERT നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ബേസ്ഡ് 75 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ബേസ്ഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് PSC ബേസിക്സിൽ. അപ്പോൾ ഈ PSC ബേസിക്സ് വഴി ഈ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് വീഡിയോ ക്ലാസ്, PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റുകൾ, ഓരോ ചാപ്റ്റർ അനുസരിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി ഇൻക്ലൂഡഡ് പ്ലസ് ഗ്രാമർ, മാത്സ് ക്ലാസ് 5 മുതൽ 10 വരെയുള്ള SCERT ഓറിയന്റഡ് മാത്സ് ക്ലാസ് എന്നിവ നൽകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് ലഭിക്കുന്നതിന് PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ താഴത്തെ ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.